സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബലരാമനും കൺമണിക്കും അവരുടെ കാർ വരുണിൻ്റെയും മാനസയുടെയും പ്ലാനൊക്കെ നടന്നതിന് ശേഷം തിരികെ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു രാത്രി കാട്ടിൽ തടഞ്ഞു വെച്ചത് എന്താണ് അവരുടെ ഉദ്ദേശമെന്നോ എന്നും കൺമണിക്കോ ബലരാമനോ മനസ്സിലാവുന്നില്ല. ബലരാമൻ കൺമണിയെ നേരിട്ട് വീട്ടിൽ കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുൻപ് തങ്ങൾ അപകടത്തിൽപ്പെട്ട കാര്യവും മറ്റും കൃഷ്ണനെ വിളിച്ച് കൺമണിയോ ബലരാമനോ പറഞ്ഞിരിക്കണം. അത് കേട്ടതോടെ അയാൾക്ക് ആശ്വാസവും അതിനൊപ്പം പരിഭ്രമവും തോന്നിയിരിക്കണം. ആരാണ് തങ്ങളുടെ ശത്രുവെന്ന് കൃഷ്ണനും പിടികിട്ടുന്നില്ല. ബലരാമൻ കൺമണിയെ കൂട്ടി ചെന്നപ്പോൾ ശ്രീനിക്കും മനോജിനും സുലോചനയ്ക്കൊക്കെ ആശ്വാസമാവുന്നുണ്ട്. ബലരാമൻ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന കെണിയുടെ സ്വഭാവമൊക്കെ എല്ലാവരോടും വിശദീകരിക്കുന്നു. ആരാണ് അതിൻ്റെ പുറകിലെന്നോ എന്താണ് അവരുടെ ഉദ്ദേശമെന്നോ നമുക്കറിയില്ല എന്നും പറയുന്നുണ്ട് ബലരാമൻ. ഇത് കേട്ട് എല്ലാവർക്കും ഭയവും പരിഭ്രമവും ഒക്കെ തോന്നുന്നുണ്ട്. വരുണിനെ വിളിച്ച് മാനസ ഇതുവരെ കളിച്ചതിൽ ഏറ്റവും കൊടിയ കളിയാണിതെന്നും ഇതിലൊരു പാകപ്പിഴ സംഭവിച്ചാൽ നമുക്കൊരിക്കലും പുറത്ത് കിടക്കാൻ ആവില്ല എന്നും അതുകൊണ്ട് സൂക്ഷിക്കണമെന്നും പറയുന്നു. കൂടാതെ കൃഷി കൺമണിയെ സംശയിക്കണം, അതാണ് വേണ്ടത്. അതിനുവേണ്ടി ആ വീഡിയോ കൃഷ്ണ അയച്ചു കൊടുക്കാനും മാനസ പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണൻ്റെ ഫോണിലേക്ക് വരുണൻ അത് അയച്ചു കൊടുക്കുന്നു. പിന്നീട് ബലരാമൻ കൺമണിയുടെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം കൃഷ്ണനെ കാണുന്നുണ്ട്. കൃഷ വീഡിയോ കണ്ടതിന് ശേഷമാണ് കേട്ടോ ബലരാമൻ വരുന്നത്. കൃഷ കൺമണിയെ സംശയിക്കണമെന്ന് മാനസ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ശരിക്കും കൺമണിയെ സംശയിക്കുന്നത് ധനലക്ഷ്മിയാണ്. ബലരാമനും കൺമണിയും ചേർന്നുള്ള പ്ലാനാണ് അതെന്നും രാത്രി അവരെവിടെയോ ആയിരുന്നെന്നും അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നും സംശയിക്കുന്നു. എല്ലാവരും ചേർന്ന് ആ പാവം കൃഷ്ണ സാറിനെ കബളിപ്പിക്കുകയാണെന്നും പറയുന്നുണ്ട് കേട്ടോ ധനലക്ഷ്മി.